ഒരാളും എത്തിയിട്ടില്ലടാ. ലാൻഡിംഗ് ഒക്കെ പെർഫെക്റ്റ്. ആരും വന്നില്ല, നമുക്ക് ഒരെണ്ണം കറങ്ങിട്ട് വന്നല്ലേ. ആരും വന്നിട്ടില്ല, നമുക്ക് അപ്പുറത്ത് പാർക്ക് ചെയ്യണേ. എവിടെ മോളെ? ഓ ഹലോ ഹലോ ലൂസി അല്ലേ? ഹലോ ഹലോ കേക്കാവോ? അതെ അത് അപ്പുറത്തുനിന്ന് വരണേ, ഇവിടെ അല്ല അപ്പുറത്താണ്. അപ്പുറത്ത് പാർക്ക്. ഡ്യൂട്ടിയിലല്ലേ? എടാ ഈ ഒരടിക്ക് ചന്ദ്രൻ ചത്തു പോവോ? ഓക്കെ. എന്താ അറിയാം. അണ്ണാ ആ കുട്ടി തുപ്പിയല്ലേ? ആര്? എടാ സംസാരിക്കാം, മോളെന്നൊക്കെ വിളിച്ച് സംസാരിക്കാം. ഞാനാണോ മോളെന്ന് വിളിച്ചേ? നീയല്ലേ മോളെന്ന് വിളിച്ചേ? ഞാൻ മോളെന്നൊന്നും വിളിക്കുന്നില്ല. മിസ്റ്റർ എക്സിലെ കുട്ടി എന്റെ അടുത്ത് എന്തിനാ പരിചയം കാണിക്കുന്നത്? മിസ്റ്റർ എക്സ് ആയിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടോ? സംസാരിച്ചില്ല അണ്ണേ? ഇല്ല, ഞാൻ ഹലോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അന്നേരം എന്താ പറഞ്ഞെന്ന് ചോദിച്ചതാ. അല്ല, അണ്ണന് നല്ല റെസ്പോണ്ട് ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ വരാനുള്ള സമയമായില്ല, അതുകൊണ്ട് ചോദിച്ചേ. അല്ല ഞാൻ അങ്ങനെ എടാ മിസ്റ്റർ എക്സിനെയൊക്കെ നമ്മൾ അത്ര റെസ്പെക്റ്റോടെ കാണുന്നതല്ലേ. അണ്ണല്ലേ ഇടയ്ക്ക് പറഞ്ഞോ ഒരു തരം കിട്ടിയമാർ പിടിച്ചടിക്കണോ? അതടിക്കണം. ഏതെങ്കിലും ഒരു സീരിട്ട് വാക്കിന് കിട്ടും എന്റെ കയ്യില്. ഞാൻ അറിയാൻ പേട്ടാ, നമുക്ക് ഈ കൺസേണിന്റെ ഡേയ്സിലെ ഇമാർ പിടിച്ചോണ്ടങ്ങ് പോയാലേ, ഗണ്ണ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഗ്യാങ്ങായിട്ട് നിൽക്കാൻ പറ്റൂല, മനസ്സിലായോ? സിറ്റിസന്റെ അടിയൊക്കെ കൊണ്ട് ഇങ്ങനെ നിക്കണേ. ഒരു കാര്യം പറയണ്ട, എനിക്ക് അർജന്റ് ഇത് കണ്ടപ്പോഴേ ഓർത്തെ. ആ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന പച്ച വിട്ട ആൾക്കാരെ കണ്ടായിരുന്നാ? TJ. ഇല്ല, അത് TJ അല്ല, KV. അത് KV ആണോ? ഓ, ഇവിടെ അവന്മാർക്ക് പച്ചയല്ലല്ലേ? അണ്ണ ഏ സിറ്റിയിലെ അവന്മാരെ കളി കണ്ടിട്ട് വന്നേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ തല്ല് മേടിച്ചിട്ടേ അപ്പുറത്ത് പോയി ഡയോസിന്റെ പൊരുതേ മേടിച്ച്. ഇപ്പൊ ഇതാണ് ഓടി നടന്ന് അടിക്കാൻ നോക്കുക, എല്ലാരും അടിച്ച് മാസമായിട്ട് നമ്മളെ അടുത്ത് വരാനുള്ള പ്ലാൻ ആയിട്ടൊക്കെ. ഇതൊക്കെ തന്ത്രമല്ലേ അവരെ? ശരിക്കും പറഞ്ഞ TJ ഇപ്പൊ പ്രൈമിലാണ്. പഴയ പണ്ടത്തെ TJ എല്ലാവരും അടി മേടിക്കുന്ന TJ ഇല്ലേ? സത്യം എനിക്ക് നല്ല ഇടയ്ക്ക് നല്ല പേരുണ്ടായിരുന്നു ശരിക്കും. അത് നമ്മളോട് അടികൂടി ആ പേരങ്ങ് പോയി. ഇനി 4 വാർ എന്ന് ജയിക്കും, 5ാമത്തെ വാർ നമ്മളായിട്ടാ. പിന്നെ 3 വാർ ഏതെങ്കിലും അച്ഛനൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആവും. എന്താണ് ഉപയോഗം? എന്താണ് ഇതന്നെ ഇപ്പൊ നമ്മുടെ കുറവാണെങ്കിൽ ഞാൻ അണ്ണ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ പറഞ്ഞ KV നമുക്കൊരു 5 കാർഡെങ്കിലും തരാതിരിക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഗ്യാങ് വന്നായിരുന്നു ഇവിടെ, CP എന്ന് തോന്നുന്നു, ഏതോ ഒരു ഗ്യാങ് 5 കാർഡും കൊണ്ടാ വന്നത്. 5 കാർഡ്. പക്ഷെ അവന്റെ കോൺഫിഡൻസ് കാണണമായിരുന്നു അവന്റെ കണ്ണിലെ. എല്ലാ ടർഫിനും 5 വിളിക്കും ആദ്യം. ഒരാൾ 5ന് മുകളിൽ KVP എന്ന് തോന്നാ, 5ന് മുകളിൽ ആരെങ്കിലും കയറ്റി വിളിച്ചാൽ പിന്നെ മിണ്ടൂല്ല. എടാ, സമ്മാനം കിട്ടുന്നതിലല്ല പാർട്ടിസിപ്പേഷനിലാണ് കാര്യമെന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. അതൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോ നോർമലി പറയാം 5 പറയാം, അങ്ങനെയല്ല പറയണം അവര്. 5 കാർഡ് കോൺഫിഡൻസ് അല്ലേ? കോൺഫിഡന്റ് വിളി അണ്ണാ ഞാൻ പറഞ്ഞ അണ്ണൻ അതുപോലെ കയറ്റി വിളിച്ചാൽ മതി. അണ്ണൻ ആ ഒരു നിനക്ക് വേറെ കാര്യം അറിയാം, നമ്മുടെ കയ്യിലുള്ളതിന് മുകളിൽ വിളിച്ചാ അത് കൊടുത്തില്ലെങ്കിൽ പോയി. കട്ട വെയിറ്റിംഗ്. അണ്ണന്ന് അതായത് 10 കാർഡ് ഇങ്ങനെയൊക്കെ വിളിച്ചാൽ അണ്ണാ. ഇപ്പൊ നമ്മൾ മൈട്രഫിൽ വിളിക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ KV എടുത്ത് കിട്ടാൻ മര്യാദ വിളിക്കുന്നത്. മൈട്രഫ് വിളിക്കണം പറഞ്ഞല്ലോ അമ്മ അടുത്ത്. KV ഒന്നും മണി ടർഫ് വിളിക്കൂല. പിന്നെ ആര് വിളിക്കും? മണി ടർഫ് വിളിക്കുന്നവരെല്ലാം പോയി ഇതാക്കാൻ പോവാണോ? കഴിഞ്ഞ വട്ടം മണി ടർഫ് ആരായിരുന്നു വിളിച്ചത്? അണ്ണ ഇങ്ങോട്ട് വന്ന ഇപ്പൊ ഞാൻ കാണിച്ചു. ഇതൊക്കെ നമ്മുടെ ടാക്ടിക്സ് അല്ലെങ്കിൽ പറഞ്ഞ അച്ഛനെ ഏത് വിളിക്കാനാ പ്ലാന്? അങ്ങനെ ഒരു ടർഫ് ഉണ്ട് ഇവിടെ ചന്ദ്ര. ഓക്കെ ബ്രോ, മൈ ടർഫിൽ കണ്ണൊന്നുമില്ലല്ലോ? താങ്ക് യു ബ്രോ, താങ്ക് യു. ഹലോ എടാ, ഒന്ന് വരാം, ഒരു കാര്യം പറയാനാ. അതെ, ഏത് ടർഫ് വിളിക്കാനാ പ്ലാന്? എത്ര പോയിന്റ് ഉണ്ട് കയ്യില്? എത്ര കാർഡുണ്ട്? കാർഡാക്കിയില്ല. 6400 പോയിന്റ് ഉണ്ട്.
കുറവാ പക്ഷെ എല്ലാരും നല്ല. നിങ്ങൾ എത്ര ഉണ്ട് നമ്മുടെ 12,000 എന്തോ ഉണ്ട്. 12,000? ഓ നമ്മള് എല്ലാരും ഭയങ്കര ആക്റ്റീവ് ആണ്. സെറ്റ്. അപ്പൊ എന്തായാലും നിങ്ങൾ വിളിക്കുന്നില്ലല്ലോ? ഓക്കെ, സീനില്ല. ഞാൻ വിളിക്കുന്നില്ല. സൈഫർ ഫ്ലാറ്റ് വിളിക്കാനുണ്ട്, അല്ലെങ്കിൽ ഈസോയെ വിളിക്കാനും ഇതുണ്ട്. മണി ടർഫാ? സത്യം പറഞ്ഞ മണി ടർഫ് ഇപ്പൊ ഭയങ്കര നഷ്ടമാ. സത്യം ഞങ്ങൾക്ക് അത് ആവശ്യമൊന്നേ, കാരണം പണിയെടുക്കാൻ വയ്യേ. വിളിക്കാണ്ടിരിക്കാൻ പറ്റും മണി ടർഫ്? അതെന്താ? കാശ് അല്ല, നമ്മൾ വിളിക്കാൻ വേണ്ടിട്ടാ. ശരി, ഞങ്ങള് സൈബർ ഫ്ലാറ്റ് കിട്ടിയില്ലാന്നുണ്ടെങ്കിലേ വിളിക്കുള്ളൂ. ഓക്കെ അഡ്ജസ്റ്റ്മെന്റിൽ പോണേ ബ്രോ, നമ്മളത് പരിഗണിക്കും. അങ്ങനെയാണത്. ഇവര് സൈബർ ഫ്ലാറ്റ് വിളിക്കും, ഇവര് രണ്ടുപേരും വിളിച്ച് കോംപ്രമൈസ് ചെയ്താലേ ഇത്. അവരൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണല്ലേ? സീനില്ല. ഓക്കെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബ്രോ എത്ര കാർഡുണ്ട് സൈഫർ ഫ്ലാറ്റ് വിളിക്കാൻ? അത്യാവശ്യം അവര് അത് വിളിക്കാൻ വേണ്ടിയിരിക്കുക. അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ച് പേടിപ്പിക്കാം. നമ്മളത് പിടിച്ചിട്ട് പോകുന്നു. നമുക്ക് അതിന് മാത്രമേ ഉള്ളൂ. അത്ര ഇവിടെ അപ്പൊ അമ്മമാരെ നമ്മുടെ ഒരു ഈഗോ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അവന്മാര് കൊണ്ടുപോയി. ഇല്ല അവനെ വിളിച്ചോട്ടോ, ഞാൻ ഇടത്ത് കടലറിയാം. ഹലോ എടാ, ഞങ്ങള് നമ്മള് ഇത് മറ്റേ നമ്മളെ കോള് വിളിക്കണം എല്ലാരും വരാൻ വേണ്ടിട്ട്. ആദ്യം നമ്മള് റാഞ്ചോ ആണോ? കാര്യം പറയാനൊന്നും. ബ്രോ നമ്മള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായിരുന്നു ഇന്നലെ എല്ലാം? ബ്രോ നിങ്ങൾക്ക് ഏത് ടർഫ് വിളിക്കാൻ നോക്കണേ? 100 പോയിന്റ്സിന് ഒരു ലോയൽറ്റി കാർഡാണ്. അപ്പൊ അതിനനുസരിച്ച് മാത്രം വിളിക്കുക. ഓക്കെ, ഈസ്റ്റ് വൈ നിങ്ങളുടെ അല്ലേ ഇപ്പം? ഓക്കെ ബ്രോ, ഈസ്റ്റ് വൈയിൽ കണ്ണൊന്നുമില്ല, നമ്മൾ വിളിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ താങ്ക് യു. ഓക്കെ മനസ്സിലായോ ചന്ദ്ര? നിന്റെ ബന്ധങ്ങളുടെ ഒക്കെ ആഴം അല്ലെങ്കിൽ അതിന്റെയൊക്കെ വില നീ മനസ്സിലാക്കാൻ പോണത് ഈസ്റ്റ് ഫൈവ് അവിടെ വിളിക്കുമ്പോ ആരൊക്കെ വാ തുറക്കുന്നു നീ നോക്കിക്കണം. അതിൽ പിന്നെ നീ ഇവരോടൊന്ന് സംസാരിക്കു പോയിട്ട് വിളിക്കു പോലും ഇല്ല, നേരെ കണ്ടത് ചിരിച്ചു പോലും നീ കാണിക്കൂല. നീ ഇപ്പൊ പോയി സംസാരിച്ചവന്മാരൊക്കെ ക്ലാസ് വിളിക്കും. നമ്മൾ ഇരിക്കാം. അവരെ വിളിച്ചു ഒരു ഇടിച്ചാരെ പോലെ സംസാരിച്ചിട്ട്. എനിക്കത് അറിയേണ്ടത്. എനിക്കിത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴേ ഇവിടെ റേഡിയോക്ക് അപ്പോഴത്തേക്കും 5, 10, 15, 20 ഇതൊക്കെ പറഞ്ഞപ്പോ ഇതുവരെ ഇല്ലാത്ത വിളി വരുമെന്ന് നോക്കിയോ. ഇവനെ കൊണ്ട് വന്നത് ഇതിക്ക് ഈ ടർഫ് എന്തായാലും കിട്ടാൻ പോകുന്നുള്ളടാ. ഇത് എന്തായാലും കിട്ടാൻ പോകുന്നില്ല, ഈ ടർഫ് കിട്ടൂല. പിന്നെ വെറുതെ വന്നാണോ? ഇവർക്കെന്താ വിളിക്കാൻ പറ്റാത്ത 2 ടർഫ് ഉള്ളോണ്ടാണോ? വന്ന് എടാ ഇച്ചായി വന്നില്ലേ? ആ നിങ്ങളെങ്ങനെ 3 പേര് കയറിയാ? സ്പെഷ്യൽ പെർമിഷൻ ആണ്. അല്ല ഇപ്പഴത്തേക്ക് സെൻട്രലിരിക്കുന്ന പുള്ളിയത്ത് മെയിനാണല്ലേ? കാർഡ് വെച്ചാലോ? ഞാനാ മെയിൻ, അതാ സെൻട്രലിരിക്കുന്നത്. കാർഡ് വെച്ചാലോ? കാർഡ് അങ്ങനെ പറ്റത്തില്ലടാ കൊടുക്കാൻ. KVP 5 കാർഡ്. ഓക്കേ, KVP 5 കാർഡ്. അതേയുള്ള പറയും. ചേംബറിൽ TJ 10 കാർഡ്. DX 15 കാർഡ്. KP കൊണ്ടുപോയിട്ടാ 26 കാർഡ്. ചേംബർലിൻസ് KP 100 എണ്ണം എറിഞ്ഞു 26 കാർഡ്. ചേംബർലിൻസ് KP ഫസ്റ്റ് കോൾ. 26 കാർഡ്. ചേംബർലിൻസ് KP വിളിക്കാതിരിക്കുന്നേ നല്ലത്. ഇനി അവരുടെ കൂടെ മേടിക്കേണ്ടി വരും. 27 കാർഡ്. TJ ചേംബർലിനിൽ ഇവരെന്താ 28 കാർഡ്. KP 28 കാർഡ്. KP ചേംബർലിൻസ്
28 cards TGA 30 cards TGA Chamberlain 30 cards TGA Chamberlain Hills first call 30 cards TGA second call. Any more families? ഇതൊക്കെ ചന്ദ്രൻ Third call അടിച്ച TGA Chamberlain Hills 47 ഹോൾഡ് ചെയ്യുന്ന ഈസ്റ്റ് 5 ആണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. ഈസ്റ്റ് 5 ഡിഫെൻഡിംഗ് സൈഡ് T47 ആണ്. സോ കോൾ സ്റ്റാർട്ട് ചെയ്തോ. 15 cards by KVP for East 5. 15 cards by KVP for East 5. First call KVP 15 cards for East 5. First call 20 cards TVA 20 cards by TVA for East 5. CM 25 cards by CM 30 cards by KVP for East 5. 30 cards by KVP for East 5. First call 32 cards TVA 32 cards by TVA for East 5. 32 cards by TVA for East 5. First call 33 cards by KVP for East 5. 35 cards. Family name mention cheyana. TDS by 35 cards for East 5. 35 card by TDS for East 5. അങ്ങോട്ട് First call 35 by TDS for East 5. First call എടാ കാർഡ് ട്രാൻസ്ഫർ ചെയ്യാൻ 35 പറ്റില്ല. by TDS for East 5. Second call 36 cards by KVP for East 5. First call 36 card for East 5 by KVP. First call 36 card by KVP for East 5. Second call KVP കൊണ്ടുപോടാ. അണ്ണന്തിൽ കാടി തുടങ്ങുമ്പോ എന്താ 36 by KVP for East 5. ഞാൻ പിന്നെ പറയാം. Third call KVP. Congratulations. KVP ഫ്രണ്ടിലോട്ട് വന്ന് പോയിന്റ്സ് മേടിച്ചു. മുടിഞ്ഞു പോകും. നാശിച്ചു പോണേ. ഒരു ഡാൻസും കൂടി കളി. സോ നമ്മള് ഇനി 2 ടർഫും കൂടെ ആണ് ബാക്കിയുള്ളത്. ഒന്ന് റാഞ്ചോയും ഒന്ന് സൈപ്രസ് ഫ്ലാറ്റും. അണ്ണന്റെ അടുത്ത് സോ നമുക്ക് നെക്സ്റ്റ് റാഞ്ചോ ആയിട്ട് പോകാം. റാഞ്ചോ കറന്റ്ലി ഡിഫെൻഡ് ചെയ്യുന്നത് CM ആണ്. റാഞ്ചോ ഇവന്മാര് വിളിക്കൂടാ. റാഞ്ചോ is currently defended by CM family. സോ റാഞ്ചോയ്ക്കുള്ള ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ സ്റ്റാർട്ട് ചെയ്തോ. റാഞ്ചോയ്ക്ക് കോൾ സ്റ്റാർട്ട് ചെയ്തോ. TDS 15 കാർഡ് ഫോർ റാഞ്ചോ. ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ നമ്മൾക്ക് മുകളിൽ നിന്ന് വിളിക്കാം. റാഞ്ചോ ഫസ്റ്റ് കോൾ 34 cards 34 cards by TVA for അതിന്റെ മുകളിൽ കൊണ്ടുപോകും നീ. first call 34 cards. അത് മതി, കുഴപ്പമില്ല. ആരാ വിളിച്ചത്? 36 കുറഞ്ഞ പോയിന്റ് കൊണ്ടുപോകണ്ട. G47 വിളിക്കുന്നത് കാരണം അവന്മാരുടെ ഇരുന്ന കാണാ ഇത് കളിയെ മനസ്സിലായ. അവന്മാരുടെ അടിച്ചെടുത്തതാ. അപ്പൊ ചെറിയ പൈസക്ക് അവന്മാര് കൊണ്ടുപോകണ്ട. G47 36 cards for Ranjo. 34 ഉണ്ട് നമ്മുടെ. 32 അല്ല 34 ഉണ്ട്. അതെ ഓക്കെ ഓക്കെ ഓക്കെ. ചന്ദ്ര സോ സൈപ്രസ് ഫ്ലാറ്റ് കറന്റ്ലി ഓപ്പൺ ഫോർ ഓൾ ആണ്. അതായത് ഡിഫെൻഡിങ് സൈഡും അറ്റാക്കിംഗ് സൈഡും കോൾ ചെയ്യാം. സോ സൈപ്രസ് ഫ്ലാറ്റ് കറന്റ്ലി ഓപ്പൺ ഫോർ ഓൾ ആണ്. ഡിഫെൻഡിങ് സൈഡും കോൾ ചെയ്യാം, അറ്റാക്കിംഗ് സൈഡും കോൾ ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ ഡിഫെൻഡിങ് സൈഡാണ് കോൾ ചെയ്യാൻ പോകുന്നത്.
ഡിപെൻഡിങ് എടുക്കാം. അല്ല നമുക്ക് കോൾ ചെയ്യാൻ പറ്റുമോ? സൈപ്രസ് TV 34. ഓക്കെ കാർഡ് ഫോർ ഡിഫെൻഡിങ് എല്ലാവരും അതിന് ബോളിലോട്ട് വിളിച്ചാൽ മതി. BCZ 40 കാർഡ് ഫോർ സൈപ്രസ് ഫ്ലാറ്റ് ഡിഫെൻഡിങ് സൈഡ് ആണ് വിളിക്കുന്നത് ഇപ്പോൾ. 40 കാർഡ്സ് ബൈ BCZ. അടുത്ത ആഴ്ച ഇവരൊക്കെ കുറെ ഇറങ്ങും കേട്ടോ. ഫസ്റ്റ് കോൾ 40 cards for Cypress Flat by BCZ. Second call. Anyone? TPA 41 cards for Cypress Flat defending. അയ്യോ ഒക്കത്തില്ല, നിർത്തി പോടാ കണ്ടുകളെ. 45 cards by TPA for Cypress Flat. Second call. മാർച്ചാറ്റി മെസ്സേജ് ഇടുവല്ലേ. 46 cards by BCZ. നമ്മളല്ല വേറെ ആൾക്കാരാണ്. 46 cards by BCZ for Cypress Flat. First call. 52 cards by TPA for Cypress Flat. Third call. Congratulations TPA for defending Cypress Flat. Front lot on the TPA. 52 കാർഡേ 5200 പോയിന്റ്. 5000 മണിക്കൂറിലേ പോയത് ഇപ്പൊ. 5000 മണിക്കൂർ പെറ്റിട്ട് പറ്റില്ല. എടാ നമ്മളെ So നമ്മുടെ 70 last കാർഡിനെ and final auction of the day. Cypress Flat 70 കാർഡിനെ മണി ഡ്രോപ്പ് വിളിച്ചത്. 70 കാർഡിനാ. So defending against attacking against TPA ആണ്. KVP CVP. So അപ്പൊ Cypress Flat attacking side call ചെയ്ത് തുടങ്ങിക്കോ. TV 34. 34 cards by TVA. ഇങ്ങനെ വിളിക്കട്ടെ, ഒന്ന് കുറച്ച് വിളിയണം. CM 40 cards for Cypress നമുക്ക് Flat വേണ്ട. attacking first call. ആ ഓക്കേ ഓക്കേ CM 40 cards for Cypress Flat മനസ്സിലായി. first call. 41. അവിടുന്ന് തുടങ്ങിയാ മതി. 41 cards for Cypress Flat. BCZ 41 cards for Cypress കുറെ Flat first കാണൊക്കെ call. ഇറങ്ങുന്നത് എല്ലാവരുടെയും. BCZ 41 cards for Cypress Flat. പോവാം. എടാ ഞാൻ ചന്ദ്ര ഓടിക്കോ. നിന്റെ ഒരു ബന്ധം വെച്ചിട്ട് CM നിന്നോട് എന്താണ് പറഞ്ഞത്? സീമ എത്ര വിളിച്ചെണ്ണ? എനിക്കൊന്നും അവൻ മനസ്സിലായില്ല. തുടങ്ങിയത് തന്നെ 40 കാർഡില്ല. സീമ ചോദിക്കാൻ എന്തിനാ ഇവിടെ ചന്ദ്ര ടാ. എന്തിനാടാ പറഞ്ഞ വിളിക്കൂലെന്നല്ലടാ പറഞ്ഞ നിങ്ങള്? ഞങ്ങൾ വിളിച്ചില്ലെങ്കിൽ വേറെ ആൾക്കാർ വിളിക്കല്ലേ? എടാ നമ്മളല്ലേടാ വിളിച്ചത്. നിങ്ങൾ വിളിച്ചാലും എത്രയാണ് അത് പോയത്? 40 എത്രയാണ് പോയതല്ലേ? അതാണ് 40 വിളിച്ചുള്ളൂ, കൂട്ടി വിളിച്ചില്ല. ഒരു 40 വിളിച്ചുള്ളൂ. എടാ നമ്മൾ 37 വിളിച്ചപ്പോ നിനക്കൊരു മയത്തി വിളിക്കായിരുന്നല്ലടാ. നിങ്ങൾ 37 വിളിച്ച്. ഓക്കെ, അടുത്തവൻ 40 വിളിക്കും. നീ ഒന്നുമല്ലെങ്കിൽ നമ്മളെ പരിന്തിനെ നീ എടുത്ത് നമ്മളെല്ലാം പറഞ്ഞ അതേ കണ്ട നീ എടുത്ത് നമ്മളെല്ലാം പറഞ്ഞ ഇത് പെരുന്നാണോ? പിന്നല്ലാണ്ട് നിന്റെ കണ്ണിൽ എന്തിരിക്കുന്ന അറിയില്ലേ? നിന്റെ കണ്ണിൽ സാമാനം അടിക്കണം, നോക്ക് കണ്ണു തുറന്ന്. ഇതെന്തിനാണ് പരിന്താണ്? ആ കണ്ടിട്ടില്ലല്ലേ? ഇല്ല കണ്ടില്ല. എനിക്ക് പറക്കണല്ലോ എന്റെ ജോലി, ആകാശത്തടന്ന് മറ്റേ കണ്ട പക്ഷികളെ കണ്ടുപിടിക്കാൻ. ഒരു പഞ്ഞ കാണില്ല കേട്ടോ. നീട്ടൊക്കെ സിറ്റുവേഷൻ ഒന്ന് അടിച്ച് തൂറ്റിക്ക് എല്ലാത്തിനും. ഫ്രസ്ട്രേഷൻ ആണോ ബ്രോ? ജില്ല പോട്ടെ പോട്ടെ. അല്ല 5 പോയിന്റ് അല്ല, നിങ്ങൾ 37 വിളിച്ച് ഞാൻ 40 അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് റൂളൊന്നും ഇല്ല, അങ്ങനെ ഇതൊന്നും ഇല്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളു. പോട്ടെ അവിടെ സീനില്ല, കുഴപ്പമില്ല. എടാ ഈ ചന്ദ്രന്, എടാ ഇവനെന്തോ പറ്റി കഴിച്ച് ഈ ചന്ദ്രന്. ഒരാളും കൂടി ഉണ്ട്, ഇവിടുന്ന് പോവാൻ വണ്ടിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എടാ ഇവിടെ സിറ്റിയിലൊന്നും ആരും ഇല്ലേടാ നമ്മുടെ. നമുക്ക് പോയിന്റ് ഭയങ്കര കുറവാടാ. നമ്മളുണ്ടെന്നാ എനിക്ക് ഫ്രണ്ട്ലി ഫയറിൽ കുറയോ? അങ്ങനെയാണെങ്കിൽ കുറയുന്നതായിരിക്കും. ചന്ദ്ര നീ പീരീഡ്സിലാണോ നീ? അല്ല അമ്മമാര് നമ്മളെ വാക്ക് പറഞ്ഞല്ലാണ് അത്രയെങ്കിലും പറയണോ? അമ്മമാർക്ക് പേടിയൊക്കെ വേണം. വാക്ക് പറഞ്ഞൊക്കെ നിന്റെ അച്ഛന്റെ ഗ്യാങ് CM. നമ്മളിപ്പോ ഒരു വാക്ക് പറഞ്ഞ നമ്മളതുപോലെ ചെയ്യില്ല. നമ്മള് പിന്നെ നീ മണി ട്രിപ്പ് വിളിക്കാൻ വരുന്ന സമയത്ത് വേറൊരുത്തും വിളിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മൾ അടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ?
മാറി ഞാൻ ഓടിച്ചോളാം മാറി. ഇല്ല, ഒരു വട്ടം എനിക്ക് ഓടിക്കണം. ഇത് ഒരു വട്ടം ഓടിക്കണം മാറി. ഇതെനിക്ക് ഗ്യാങ് കൊണ്ട് ലാൻഡ് ചെയ്യണം മാറി. ഇതെന്റെ റെപ്യൂട്ടേഷന്റെ പ്രോബ്ലം മാറി. ചാറ്റിൽ കുറെ ഇല്ല ഇത് ഞാൻ ഓടിക്കണം. എനിക്ക് റെപ്യൂട്ടേഷൻ പ്രശ്നമാണ്. കേറ്. നിന്റെ ഒരു ആവശ്യമുണ്ടോ? വാസവൻ ഒരു കാര്യം പറയട്ടെ അണ്ണാ, ഞാൻ ആരെയും കൊല്ലാറില്ല. ഇന്ന് കണ്ണാപ്പി ബോബൻ കഴപ്പണിച്ചപ്പോഴാണ് ഞാൻ അടിച്ചത്. എടാ അങ്ങനെ അത് പോയിന്റിന് ഞാൻ ഒന്ന് അഡ്മിനെ വിളിച്ച് കൺഫേം ചെയ്തത്. അത് അങ്ങനെ പോവത് അണ്ണാ 200 പോയിന്റിലാണ്ട പോ. എങ്ങനെ പോയാലും 200 പോയിന്റ് എന്ന് പറഞ്ഞാൽ അളിയ 20 കാർഡാ. 20 കാർഡാണ്. അല്ല 2 കാർഡാ. 2 കാർഡ്. 2 കാർഡ്. അല്ല ഈ CM നമുക്കെന്താ കാർഡില്ല. എടാ എല്ലാവർക്കും എടാ ഇങ്ങോട്ടെല്ലാരും കപ്പളാർപ്പി. എടാ നിങ്ങളെല്ലാം ഓരോ റിലേഷൻഷിപ്പ് സെറ്റ് ആക്കി എല്ലാരും. വാസു ആ ചന്ദ്ര எல்லாருக்கும் இனிமேல் like 30 crores every month கொடுக்கணும்னு பராடா. அப்பதான் அது செட் ஆகும். എടാ മന്ത്ലി ഒരു ടാർഗറ്റ് கேங் വെക്കണം. ஃபண்ட் எல்லாருக்கும். அப்ப கேங் ஃபண்டும் കൂടും. இதுவும் കൂടുമല്ല. അടുത്ത ഗ്യാങ് ഫണ്ട് കൊടുത്തില്ല കേട്ടോ അവസാനം. അണ്ണാ 200 കോടി കൊടുത്താൽ എല്ലാവർക്കും. மாபி அப்படியே ஓடிடு. എല്ലാവർക്കും ഒരു 100-150 കോടി കൊടുത്താലാ. നമ്മൾ ലാസ്റ്റ് എത്ര കളക്ട് ചെയ്തേ? 3 month ഒരു 30 ഒരുത്തർക്ക് കൊടുത്താൽ ലാസ്റ്റ് നമ്മള് 70 ആ. നമുക്കൊരു 30 വെച്ച് കൊടുത്താൽ മതിയടാ. 30 ക്രോറാ. ആ 30 കോടി. എടാ സിറ്റിയിൽ ആക്റ്റീവ് ആയിരുന്നതിനാ 30 കോടി ഗ്രൈൻഡ് ചെയ്യാൻ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇതാക്കും. അല്ലെങ്കിൽ വീക്ക്ലി ടാർഗറ്റ് കൊടുക്കണം. 30 കോടിയൊക്കെ ചുമ്മാ ഉണ്ടാക്കാണ്ട. ഇപ്പം സിറ്റിയിൽ ഇവന്റ് അയച്ചാൽ കിട്ടും 10-100 കോടി. ഇത് എന്തിനിത് താഴെ പിടി പോണ? ഇത് എങ്ങനെയാ താഴെ കൂടെ പോന്നേ? ഞാൻ പറഞ്ഞ രണ്ടൊന്ന് സീറ്റ് ചേഞ്ച് അടിക്കോ? ഇല്ല പ്ലീസ് സീറ്റ് ചേഞ്ച് അടിക്കോ? സീറ്റ് ചേഞ്ച് അടിച്ച് ഞാൻ പെട്ടെന്ന് മാറ്റി അടിക്കാം. എവിടെയാണെന്നറിയാവോ? ലെഫ്റ്റ്. ഇപ്പൊ നമ്മളിപ്പോ സൂര്യനെ തട്ടും. നമ്മളിപ്പോ അണ്ണാ ഫുഡ് ഞാൻ ഇപ്പൊ ചാവും കേട്ടാ. ഫുഡ് അണ്ണാ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ താഴെക്കണേന്ന്. യെസ് കുത്തി പിടിയാ അങ്ങനെ തന്നെ. ഞാൻ താത്തോളാം. വെയിറ്റ്. എനിക്കറിയാം. ഞാൻ കുറെ നാളെ ഇതൊക്കെ ഓടിക്കാൻ തുടങ്ങിട്ടെ. നീ പൊക്കണേ. മതി അണ്ണ ഇപ്പൊ സീറ്റ് ചേഞ്ച് ചെയ്താലും ഞാൻ പെട്ടെന്ന് സീറ്റ് ചേഞ്ച് ചെയ്ത് ഞാൻ വണ്ടി എടുക്കും. അണ്ണ സീറ്റ് ചേഞ്ച് കാണിച്ചു തന്നു. ഇല്ല ഞാൻ കൊണ്ട് ഇറക്കിക്കോളിയാ. നീ എപ്പോഴും ഓടിക്കണല്ലടാ. ഞാൻ വല്ലപ്പോഴും അല്ല ഓടിക്കത്തുള്ളൂടാ.